കോഴിക്കോട് മെഡിക്കൽ കോളേജിലുണ്ടായ അപകടത്തിൽ അന്വേഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസിന്റെയും PWD ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. താൽക്കാലിക കാഷ്വാലിറ്റി സജ്ജീകരിക്കാനുള്ള നടപടികൾ പുരോഗമിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം തന്നെ അടിയന്തരമായ ഇടപെടൽ നടത്തി മറ്റ് ആശുപത്രികളിലേക്ക് രോഗികളെ എത്തിക്കുകയും അടിയന്തരമായ സജ്ജീകരണങ്ങളൊക്കെ ക്രമീകരിക്കുകയും ചെയ്തിരുന്നു. ഈ മരിച്ച 3 പേര് അവരുടെ മരണകാരണം പുക ശ്വസിച്ചല്ല എന്നതിന്റെ പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഇന്നലെ പുറത്തു വന്നിരുന്നു. അതായിരുന്നു ഉണ്ടായിരുന്ന ആരോപണങ്ങൾ. പുക ശ്വസിച്ചാണ് അവർ മരിച്ചത് എന്ന ആരോപണങ്ങൾ നിലനിന്നിരുന്നു. പക്ഷെ അതല്ല മരണകാരണം എന്ന സ്ഥിരീകരണം വന്നിരിക്കുകയാണ്. പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നതോടുകൂടി കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ എമർജൻസി മെഡിസിൻ വിഭാഗത്തിലെ വൈദ്യുതി പുനഃസ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ വേഗം പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഇടപെടലുകൾ ആരോഗ്യവകുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് അവിടുന്ന് പറയാനുള്ള വിവരം. കൂടുതൽ വിവരങ്ങൾ തരാൻ AK ലതീഷാണ് ഇന്ന് കോഴിക്കോട് നിന്ന് രാവിലെ ഉള്ളത്. ലതീഷിലേക്ക് പോവുകയാണ്. ലതീഷ്, ഇന്നലെ പുക ശ്വസിച്ചല്ല മരണമുണ്ടായിരിക്കുന്നത് എന്ന പ്രാഥമികമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതോടുകൂടി ആ ആശങ്ക ഒഴിഞ്ഞിരിക്കുന്നു. ആ ആരോപണങ്ങളുടെ മുനേ ഒടിഞ്ഞിരിക്കുകയാണ്. പക്ഷെ നമുക്ക് ഇനി അറിയാനുള്ളത് എങ്ങനെയാണ് ഈ അപകടം സംഭവിച്ചത്, എങ്ങനെ ഈ പുകയുണ്ടായി എന്നതാണ്. അതിൽ ഇന്നലെ ആരോഗ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വിശദീകരിക്കുന്ന കാര്യം UPSന് തകരാറൊന്നും ഉണ്ടായിരുന്നില്ല. കൃത്യമായ മെയിൻ്റനൻസ് ഈ കഴിഞ്ഞ 6 മാസത്തിനിടയ്ക്ക് തന്നെ നടത്തിയിട്ടുള്ളതാണ്. 2025 ഒക്ടോബർ വരെ കാലാവധിയുള്ള UPS ആണ് എന്നതൊക്കെ കൃത്യമായി അറിയിക്കുന്നു. പിന്നെ എങ്ങനെ ഈ അപകടം ഉണ്ടായി എന്നതാണ് അറിയേണ്ടത്. അതിൽ KSEBയുടെയും PWDയുടെയും പോലീസിന്റെയും മെഡിക്കൽ വിഭാഗത്തിന്റെയും ഒക്കെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ അന്വേഷണമൊക്കെ ഏത് ഘട്ടത്തിലാണ്, എന്തൊക്കെ നിഗമനത്തിലേക്ക് ഇതുവരെ എത്തിയിട്ടുണ്ട്? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം PWD ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് വിഭാഗത്തിൻ്റെ പ്രാഥമിക റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ആ റിപ്പോർട്ടിൽ പറയുന്നത് ബാറ്ററിയുടെ UPSൻ്റെ ബാറ്ററിയുടെ തകരാറ് മൂലമാണ് ഇത്തരത്തിൽ ചെറിയ തോതിലുള്ള തീപിടുത്തവും അല്ലെങ്കിൽ പൊട്ടിത്തെറിയും പുക ഉയരുന്നതും ആയ സാഹചര്യം ഉണ്ടായതെന്നാണ്. അതായത് ഷോർട്ടേജ് കാരണം ബാറ്ററികൾ ബൾജ് ചെയ്തു. അത് ഒരു ബാറ്ററിയിൽ നിന്ന് മറ്റൊരു ബാറ്ററിയിലേക്ക് സ്വാഭാവികമായും അത് തുടർച്ചയായി കണക്ഷൻ കൊടുക്കുന്ന സംവിധാനമാണ് UPS ബാറ്ററികൾ എന്ന് പറയുന്നത്. അത് ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് എളുപ്പത്തിൽ ആ ഒരു പ്രവർത്തനം വേഗത്തിൽ എത്തുകയും 34 ബാറ്ററികൾ നശിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ആ തരത്തിൽ പൊട്ടിത്തെറിയും ബാറ്ററികൾ നശിച്ചതും ആണ് ഇത്തരത്തിൽ വലിയ തോതിൽ പുക ഉയരാൻ കാരണമായത് എന്നാണ് ഇപ്പോൾ പ്രാഥമികമായ റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ വിശദമായ പരിശോധനകൾ ഇത് സംബന്ധിച്ച് ഉണ്ടാകേണ്ടതുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്നലെ രാത്രിയോടുകൂടി തന്നെ എമർജൻസി മെഡിസിൻ വിഭാഗത്തിൽ വൈദ്യുതി പുനഃസ്ഥാപിക്കാൻ കഴിഞ്ഞു. അതായത് ഈ UPS റൂമിന് പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടില്ല എന്നതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഈ UPSൻ്റെ ബാറ്ററിയുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടായതെന്ന് തന്നെയാണ്. ആ നിലയിലുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും കൂടുതൽ പരിശോധനകളും വിശദമായ ഫൈനൽ റിപ്പോർട്ടുമെല്ലാം വരുന്നതനുസരിച്ച് കാര്യകാരണങ്ങൾ നമുക്ക് കൂടുതൽ വ്യക്തമാവുകയും ചെയ്യും. പ്രാഥമികമായി ബാറ്ററിയുടെ തകരാറാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. UPSന് 2026 ഒക്ടോബർ വരെ വാറണ്ടി ഉള്ളതാണ്, AMC ഉള്ളതാണ്. അത് കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. അത് ഓരോ 6 മാസത്തിലും അതിൻ്റെ റിപ്പോർട്ട് ഈ MRI കമ്പനി ഫിലിപ്സിൻ്റെതാണ്. ആ കമ്പനിക്കും അതേപോലെ തന്നെ ഈ സർവീസ് നടത്തുന്ന ആളുകൾ മെഡിക്കൽ കോളേജിനും കൈമാറും. അത് കൃത്യമായി ഫയലിൽ അവർ സൂക്ഷിക്കാറുമുണ്ട്. അത്തരത്തിൽ കഴിഞ്ഞ പരിശോധനയിലും ഏതെങ്കിലും തരത്തിലുള്ള തകരാറുകൾ കണ്ടെത്തിയിരുന്നില്ല. ഇത് വൈദ്യുതി കൂടുതൽ ഓവർലോഡോ മറ്റോ കൂടുതലായി വന്നതിൻ്റെ ഭാഗമായി ബാറ്ററിയിൽ തകരാറ് സംഭവിക്കുകയും ബാറ്ററിയുടെ തകരാറ് UPSൻ്റെ പൊട്ടിത്തെറിയിലേക്കും പുക ഉയരുന്നതിലേക്കും കാരണമായി എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായ കണ്ടെത്തൽ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അന്ന സൂചിപ്പിച്ചത് തന്നെയാണ്. ഈ മരണവുമായി ബന്ധപ്പെട്ട് ആരോപണം ഉയർന്നിരുന്നു. രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റും അതേപോലെ തന്നെ T. സിദ്ദിഖ് MLA എല്ലാം T. സിദ്ദിഖ് MLA ആ അപകടം നടന്ന അന്ന് രാത്രി തന്നെ അത്തരത്തിലൊരു ആരോപണം പുക ശ്വസിച്ചാണ് മരണം നടന്നതെന്നടക്കമുള്ള ആരോപണം ഉന്നയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഇന്നലെ ആ ആശുപത്രി അപകടം നടന്ന ഉടൻ ഒരാൾ അവിടെ എത്തിയിരുന്നു. അദ്ദേഹം മരിച്ച മൃതദേഹമാണ് അവിടെ എത്തിയത്. അദ്ദേഹത്തിൻ്റെ മൃതദേഹം സ്വാഭാവികമായും പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതുണ്ട്. ഒപ്പം ഈ അപകടം നടന്ന ശേഷം ഈ ആളുകളെ ഷിഫ്റ്റ് ചെയ്ത് അവരവരുടേതായ സെക്ഷനിലെത്തിയ ശേഷവും മരണം സംഭവിച്ചിരുന്നു. ആ 4 പേരുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തു. ആ 4 പേരുടെയും പ്രാഥമിക പരിശോധന ഫലം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇന്നലെ തന്നെ പുറത്തു വന്നു. അതിലൊന്നും തന്നെ പുക ശ്വസിച്ചല്ല മരണം സംഭവിച്ചതെന്നാണ് വ്യക്തമായത്.
ടി സിദ്ദിഖ് MLA ഉന്നയിച്ച ആരോപണം എന്ന് പറയുന്നത് വയനാട്ടിൽ നിന്നുള്ള ഒരു യുവതിയുടേതാണ്. അവർ വിഷം കഴിച്ച് എക്കലക്സ് കഴിച്ച് ഗുരുതരാവസ്ഥയിലായിരുന്നു ആശുപത്രിയിലെത്തിയത്. അവരുടെ മരണകാരണം വിഷം ഉള്ളിൽ ചെന്ന് തന്നെയാണെന്നാണ് പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. മറ്റ് 3 പേരുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും പുക ശ്വസിച്ചതുമായി ബന്ധപ്പെട്ടുള്ള പ്രാഥമികമായ വിവരങ്ങളൊന്നും ലഭ്യമായിട്ടില്ല. ഇവരുടെ എല്ലാം ആന്തരിക അവയവങ്ങൾ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. വിശദമായ ഫോറൻസിക് പരിശോധന വന്നു കഴിഞ്ഞാൽ അത് സംബന്ധിച്ച എല്ലാ ആരോപണങ്ങളും അല്ലെങ്കിൽ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കും. അത്തരത്തിൽ ഏതെങ്കിലും തരത്തിൽ പിന്നീട് ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് കുടുംബാംഗങ്ങളുമായി പരാതിയില്ലാത്ത ആളുകളുടെ കുടുംബാംഗങ്ങളുമായി ഉൾപ്പെടെ സംസാരിച്ചുകൊണ്ട് ആശുപത്രി അധികൃതർ 151 രോഗികളാണ് അന്ന് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ 114 പേർ ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്. 37 പേരെയാണ് അപകടം സംഭവിച്ചതിനെ തുടർന്ന് മറ്റ് ആശുപത്രികളിലേക്ക് ഒക്കെ മാറ്റിയത്. അതിൽ 12 പേര് ജനറൽ ആശുപത്രിയിലായിരുന്നു ഉണ്ടായിരുന്നു. മറ്റാളുകൾ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയും സ്വയം പോയവരും ഉണ്ട്. അവിടെ ബീച്ച് ആശുപത്രിയിൽ സൗകര്യങ്ങൾ ഒരുക്കിയിട്ടും വളരെ വേഗം സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയവരുമുണ്ട്. ഈ സ്വകാര്യ ആശുപത്രി കേന്ദ്രീകരിച്ച് ഇന്നലെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. പണം ആവശ്യപ്പെടുന്നു, പണം അടച്ചാൽ മാത്രമേ ചികിത്സയുള്ളൂ എന്നതൊക്കെ. അതിൽ സർക്കാർ ഇടപെടൽ ഉണ്ടാകുമെന്നത് ഇന്നലെ ആരോഗ്യമന്ത്രി അറിയിച്ചിരുന്നു. 4 പേർ തിരിച്ച് മെഡിക്കൽ കോളേജിലേക്ക് തന്നെ തിരിച്ചെത്തി എന്നാണ് മനസ്സിലാക്കുന്നത്. അവസാന കണക്കനുസരിച്ച് 25 പേരാണ് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. ഈ 25 പേരുടെയും കുടുംബാംഗങ്ങളുമായി മെഡിക്കൽ കോളേജ് അധികൃതരോട് ഇന്നലെ തന്നെ ബന്ധപ്പെടാൻ ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു. അത്തരത്തിൽ ആളുകളുമായി ബന്ധപ്പെടുന്നുണ്ട്. കാരണം ആശുപത്രിയിൽ എത്തി കഴിഞ്ഞാൽ അവരുടെ മുഴുവൻ വിവരങ്ങളും പ്രാഥമിക വിവരങ്ങളെല്ലാം തന്നെ ആശുപത്രി രേഖകളിൽ ഉണ്ടാകും. അത്തരത്തിൽ രേഖകളെല്ലാം അവിടെ ആശുപത്രിയിൽ തന്നെയുണ്ട്. അത്തരം ആളുകളുമായി ബന്ധപ്പെടുന്നുണ്ട്. ഒരു ആശുപത്രിക്കെതിരെയാണ് പ്രധാനമായും ആരോപണം അത്തരത്തിൽ അന്ന സൂചിപ്പിച്ച പോലെ തന്നെ ഉയർന്നത്. ആ ഒരു പ്രതികരണം നമ്മൾ ഇന്നലെ തന്നെ നൽകുകയും ചെയ്തിരുന്നു. ബില്ല് നൽകുകയും പണം ആവശ്യപ്പെടുകയും സാഹചര്യം അത് ആരോഗ്യമന്ത്രിയുടെ ശ്രദ്ധയിലും പെടുത്തി. ആരോഗ്യമന്ത്രി ആ ഘട്ടത്തിലാണ് ഇത്തരത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർ സ്വകാര്യ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടും, അതിനുള്ള സംവിധാനം ഉണ്ടാക്കുമെന്ന് പറഞ്ഞത്. പിന്നീട് അത്തരം ആരോപണങ്ങൾ ഉയർന്നിട്ടില്ല. എന്തായാലും മെഡിക്കൽ കോളേജ് ആശുപത്രി അധികൃതർ സ്വകാര്യ ആശുപത്രി അധികൃതരുമായി ബന്ധപ്പെടുന്നുണ്ട്. വിദഗ്ധ ചികിത്സ മെഡിക്കൽ കോളേജിൽ തന്നെ നൽകാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നേരത്തെ തന്നെ ഏർപ്പെടുത്തിയിരുന്നു. അതിനനുസരിച്ച് ആളുകൾ 4 പേർ ഇന്നലെ തന്നെ തിരിച്ചു വരുന്ന സാഹചര്യം ഉണ്ടായി. എല്ലാ ആളുകളും പോയത് അവരുടെ കൂടി സൗകര്യം അനുസരിച്ച് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോവുകയായിരുന്നു. കാരണം ഏറ്റവും അടിയന്തരമായി അവിടെ ചെയ്യേണ്ടിയിരുന്ന സാഹചര്യം എന്ന് പറയുന്നത് അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ആളുകളെ ഒഴിപ്പിക്കുക, ആംബുലൻസിലേക്ക് മാറ്റുക, മതിയായ സൗകര്യമുള്ള ആംബുലൻസിലേക്ക് മാറ്റി മെഡിക്കൽ കോളേജിൽ തന്നെ സൗകര്യമുള്ള സ്ഥലങ്ങളിലേക്ക് ആദ്യം മാറ്റി ആളുകൾ കൂടി ആവശ്യപ്പെട്ടതനുസരിച്ച് സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകേണ്ട ചില ആളുകൾ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അത്തരം ആളുകളെ മെഡിക്കൽ കോളേജിൽ നിന്നും സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുന്ന സാഹചര്യവും ഉണ്ടായി. എന്തായാലും മെഡിക്കൽ കോളേജിലെ താൽക്കാലിക അത്യാഹിത വിഭാഗം ഇന്നോ നാളെയോമായി സജ്ജമാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്ന് തന്നെ സജ്ജമാക്കാനുള്ള പ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ പുരോഗമിക്കുകയാണ്. കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ താൽക്കാലിക കാഷ്വാലിറ്റി പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട്. ഇന്നലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ വിദഗ്ധരായ ഡോക്ടർമാരെയും മറ്റ് പാരാമെഡിക്കൽ സ്റ്റാഫിനെയും എല്ലാം ഇവിടേക്ക് നിയമിച്ചിട്ടുമുണ്ട്. ശരി ലതീഷ്, അപ്പോൾ ഈ കൃത്യമായ എന്താണ് അപകടത്തിൻ്റെ കാരണം എന്നത് മനസ്സിലാകുന്നു. ബാറ്ററിയിലുണ്ടായ തകരാറാണ്. കൃത്യമായി തന്നെ ഫിലിപ്സിൻ്റെ ബാറ്ററിയാണ്. അത് ഇന്നലെ ആരോഗ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു. കൃത്യമായി മെയിൻ്റനൻസ് നടത്തി പോരുന്നതാണ്. കാലാവധി 2025 ഒക്ടോബർ വരെ ഉള്ളതാണ്. പക്ഷേ ബാറ്ററിയിൽ തകരാറ് വന്നതാണ് ഏറ്റവും ഈ അപകടത്തിന് കാരണമായിരിക്കുന്നത് എന്ന നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്നതാണ്. എന്തായാലും അന്വേഷണം കൃത്യമായി നടക്കുന്നു എന്നതാണ് മനസ്സിലാകുന്നത്.